വയനാട്ടിന് കൈത്താങ്ങായിട്ട് ഇന്ന് ഒരു ദിവസം ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് ഞങ്ങൾ നൽകുകയാണ്. ഞങ്ങൾ 3 പേരാണ് ഇന്ന് ഞങ്ങൾ ഓടുന്നത്. അപ്പോൾ എല്ലാവരും വയനാടിനെ കൈകോർത്ത് സഹായിക്കുക, എല്ലാവരും സംഭാവനകൾ ചെയ്യുക. ഞങ്ങൾ ഇന്ന് ഓടാൻ പോവുകയാണ്. പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്തായാലും വയനാടിനെ ഒരു കൈകോർക്കുക. അപ്പോൾ എല്ലാവരും സംഭാവനയായിട്ട് പറ്റാവുന്ന പൈസ കൊടുക്കുക. അപ്പോൾ ഒരു ദിവസത്തെ വേതന മുഴുവൻ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ മനുവായിട്ട് എന്താ പറയണമെന്ന്? വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പെരുമ്പ ഓട്ടോ സ്റ്റാൻഡിൻ്റെ വകയിൽ ദുഃഖത്തിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ദിവസത്തെ വേതനം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ പുനരധിവാസത്തിനായി സമർപ്പിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വയനാട്ടിന് വേണ്ടിയിട്ട് ഓടിക്കിട്ടിയ തുകയായ 2700 രൂപ, അതായത് 2500 ഓടിക്കിട്ടിയത്, 3 ആളും കൂടിയിട്ട് ഓടിക്കിട്ടിയത്. പക്ഷെ ഒരു 200 രൂപ നമ്മളുടെ ഒരു അനിയനായ ഗോകുൽ തന്നതാണ്. അങ്ങനെ 2700 രൂപ അതാ നിങ്ങൾക്ക് ലൈവായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ്. വരും. $2700. അയച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്യുക. എന്താ വെച്ചാൽ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്തായാലും കൊടുക്കുക തന്നെ വേണം. എന്താ വെച്ചാൽ അത്രയും ദുരിതത്തിലാണ് അവിടെ വയനാട്. അപ്പോൾ എല്ലാവരും പറ്റാവുന്ന സംഭാവന 100 ആണെങ്കിലും 500 ആണെങ്കിലും 1000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും കൊടുക്കുക. അവരിനെ കൈത്താങ്ങായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും പറ്റാവുന്നത് സഹായിക്കുക.